ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് കറീൻ്റെ റെസിപ്പി നോക്കാവേ. അതിനായിട്ട് കുക്കറിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഉലുവ, 2 ഏലക്കായ, 2 കറാമ്പൂ, 2 കറുവപ്പട്ടയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഉള്ളി, ചുവന്നുള്ളി, ഉപ്പ് കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടെ ഇടുന്നുണ്ട്. ഇനി ഇത് ബ്രൗൺ ഷെയ്ഡായി വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. അതൊന്ന് വറുത്തതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. അതിനുവേണ്ടി ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളി നന്നായിട്ട് അതുപോലെ വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 7 വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബീഫെല്ലാം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയിലയും കുറച്ച് കുരുമുളക് ചതച്ചതും കുറച്ച് പച്ച വെളിച്ചെണ്ണയോട് ഒഴിച്ചാൽ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.